Hey everyone, welcome back to my YouTube channel. If you are new to my channel, my name is Sanjali Krishna and thank you so much for watching my video. എൻ്റെ മുന്നത്തെ വീഡിയോയിൽ അതായത് ബാക്ക് ടു പ്രൊഡക്റ്റീവ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ജാനുവരിയിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം തന്നെ ഫെബ്രുവരി തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ടായിരുന്നു. ബട്ട് ആ വീഡിയോയിൽ ഞാൻ ഫുഡ് ഹാബിറ്റ്, അതായത് ഹെൽത്തി ഫുഡ് ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യണം, അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യണം എന്നത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതൊന്നും അല്ലാതെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടെ എനിക്ക് ഈ മന്ത് അല്ലെങ്കിൽ ഈ ഒരു ഇയറിൽ ചെയ്യാനുണ്ട്. ദാറ്റ്സ് അബൌട്ട് മൈ സ്കിൻ. എൻ്റെ സ്കിന്ന് അത്യാവശ്യം മോശമായൊരു കണ്ടീഷനിലാണ് കഴിഞ്ഞൊരു വർഷമായിട്ടുള്ളത്. എൻ്റെ സ്കിന്ന് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. എനിക്ക് നല്ല നോർമലായിട്ടുള്ള ആക്നീസ് ഒന്നും ഇല്ലാത്ത ഒരു നല്ലൊരു സ്കിന്നായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ബട്ട് ഇപ്പോൾ അങ്ങനെയല്ല. കഴിഞ്ഞൊരു വർഷമായിട്ട് എൻ്റെ സ്കിന്നിൽ കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് വന്നിട്ടുണ്ട്. അത് ഞാൻ മേക്കപ്പ് യൂസ് ചെയ്തതുകൊണ്ടോ ഒന്നുമല്ല. ഞാൻ അങ്ങനെ മേക്കപ്പൊന്നും യൂസ് ചെയ്യാറില്ലായിരുന്നു. ലൈക്ക് അതുകൊണ്ടൊന്നല്ല, എന്തോ എനിക്കറിയില്ല, പെട്ടെന്ന് കുറേ ആക്നീസ് വന്നു. എൻ്റെ നോർമൽ സ്കിന്നുള്ളത് ഓയിലി സ്കിന്നായിട്ട് മാറി. സോ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ സ്കിന്ന് ചേഞ്ച് ആവാൻ തുടങ്ങി. ഞാൻ ഒരുപാട് കാര്യങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്തു, ബട്ട് പ്രോപ്പറായിട്ടൊരു ഡോക്ടറെ കാണിക്കാനോ ഒന്നും നിന്നിട്ടില്ല. അപ്പം ഇറ്റ്സ് ഓക്കെ. ലൈക്ക് അങ്ങനെ ഒരുപാട് വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പം എൻ്റെ സ്കിന്നിലില്ലെങ്കിലും എനിക്ക് കുറേ ആക്നെ മാർക്സൊക്കെ ഇവിടെ ഉണ്ട്. സോ എൻ്റെ സ്കിന്നൊന്ന് ബെറ്റർ ആക്കണം. എനിക്ക് പണ്ടത്തെ പോലെ ഒരു നോർമൽ സ്കിൻ കിട്ടുമെന്നറിയില്ല, ബട്ട് ആ ഒരു ആക്നെ മാർക്സൊക്കെ പോയിട്ട് ഒരു ക്ലിയർ സ്കിന്ന് കൊണ്ടുവരണം എന്നെനിക്കൊരാഗ്രഹമുണ്ട്. സ്കിന്നൊന്ന് ക്ലിയർ ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു കംപ്ലീറ്റ് ആയിട്ട് കൊറിയൻ സ്കിൻ കെയറിലേക്ക് ചേഞ്ച് ആക്കിയാലോ എന്നുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് കൊറിയനിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് കുറച്ചധികം റിസർച്ച് ചെയ്യാനുണ്ടാവും ഏതൊക്കെ പ്രൊഡക്ട്സാണ് ഈ ഓയിലി ആൻഡ് ആക്നെ പ്രോൺ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ. അങ്ങനെ ഞാൻ ഒരുപാട് റീൽസും ഒരുപാട് യൂട്യൂബ് വീഡിയോസും എല്ലാം കണ്ട് അവസാനം ഞാൻ എനിക്ക് വേണ്ട പ്രൊഡക്ട്സ് എന്തൊക്കെയാണ്, എൻ്റെ ഓയിലി സ്കിന്നിന് പറ്റിയ പ്രൊഡക്ട്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ വീക്ക്ലി പ്ലാനർ നോട്ടിൽ ഞാൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് ഏതൊക്കെ പ്രൊഡക്ട്സ് വേണം, ഏതൊക്കെ ബ്രാൻഡിൻ്റേത് വേണം എന്നെല്ലാം ഞാൻ പ്രോപ്പറായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതെല്ലാം റീൽസിൽ തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതായത് റീൽസിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് ഉണ്ട്, സ്കിൻ ക്യൂപ്പിഡ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആ പേജ് ഇവിടെ നിങ്ങൾക്ക് കാണിക്കാം. അവരുടേതൊരു K-beauty ഷോപ്പാണ് കൊറിയയിൽ തന്നെ ഉള്ളത്. സോ അവരതിൽ പ്രോപ്പറായിട്ട് ഏതൊക്കെ പ്രൊഡക്ട്സാണ് നന്നായിട്ടുള്ളത്, ഓയിലി സ്കിന്നിന് പറ്റിയ പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്, ഡ്രൈ സ്കിന്നിന് പറ്റിയ പ്രൊഡക്ട്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ നമുക്ക് യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും എന്ന കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു പേജിൽ പറയുന്നുണ്ട്. സോ ഞാൻ അത് നോക്കിയിട്ടാണ് എനിക്ക് ഓയിലി സ്കിന്നിന് ബെറ്റർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചത്. ആൻഡ് പ്രൊഡക്ട്സ് എല്ലാം തന്നെ ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പോവാണ്. ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പല ഓൺലൈൻ വെബ്സൈറ്റുകളും സെല് ചെയ്യുന്നത് ഫേക്ക് K-beauty പ്രൊഡക്ട്സ് ആണ്. സോ അതല്ലാതെ ഒത്തൻറ്റിക് ഈ ഒരു കൊറിയൻ സ്കിൻ കെയർ പ്രൊഡക്ട്സൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന സൈറ്റുകൾ ഏതാണോ അതിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഞാൻ പർച്ചേസ് ചെയ്യാൻ പോകുന്നത് മാക്രോൺ എന്ന് പറഞ്ഞ ഒരു സൈറ്റിൽ നിന്നാണ്. അവരുടെ ഒരു സെല് ചെയ്യുന്നതെല്ലാം തന്നെ നമ്മുടെ ഒത്തൻറ്റിക് K-beauty പ്രൊഡക്ട്സ് ആണ് എന്നാണ് പറയുന്നത്. സോ ഐ തോട്ട് അതിൽ നിന്ന് വാങ്ങിക്കുക എന്നുള്ളത്. ആൻഡ് ടീര ആപ്പ്, നൈക്ക, ഇതെല്ലാം തന്നെ ഒത്തൻറ്റിക് ആയിട്ടുള്ള നമ്മുടെ K-beauty പ്രൊഡക്ട്സ് സെല് ചെയ്യുന്ന വെബ്സൈറ്റുകളാണ്. സോ ഞാൻ ഇതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്, മാക്രോൺ. സോ നമുക്ക് ഓരോന്നായിട്ട് മേടിക്കാം. സോ നമുക്ക് ലിസ്റ്റ് നോക്കിയിട്ട് ഓരോ പ്രൊഡക്ട്സും വാങ്ങിക്കാം. അങ്ങനെ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും ഇവിടെ എത്തിയിട്ടുണ്ട്. സോ നമുക്കതിനി ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം. ആൻഡ് ഞാൻ അത് അൺബോക്സ് ചെയ്യാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. ഞാൻ എല്ലാം അൺബോക്സ് ചെയ്ത ശേഷം ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. സോ ഫസ്റ്റ് നമുക്ക് ഏതറിയില്ല ഇതൊരു പ്രൊഡക്റ്റ് എടുക്കാം. ദിസ് വൺ എന്ന് പറയുന്നത് ഇത് ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ഗ്ലോ സെറമാണ്, ആക്സിസ് വൈ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. സോ അത് ഞാൻ
ഞാൻ ആനുവ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു നയാസിനമാഡ് സെറായിരുന്നു ഞാൻ ഫസ്റ്റ് വാങ്ങിക്കാൻ വിചാരിച്ചിരുന്നത്. ബട്ട് അത് എനിക്ക് നൈക്കയിലാണെങ്കിലും ടിരാപ്പിലാണെങ്കിലും മാക്രോണിലാണെങ്കിലും ഒന്നും തന്നെ അത് സ്റ്റോക്കില്ലായിരുന്നു, എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ ആക്സിസ് വൈ എന്ന് പറഞ്ഞ ഈ ബ്രാൻഡിൻ്റെ ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് ഗ്ലോ സെറം വാങ്ങിച്ചത്. ആൻഡ് ഇതും അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റായിട്ടാണ് ഞാൻ കണ്ടത്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയറിലൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് ഭയങ്കരമായിട്ട് ഹൈപ്പ് കിട്ടിയൊരു പ്രൊഡക്റ്റായിരുന്നു. ബട്ട് ഇപ്പം ഇതിനെക്കാട്ടും ബെറ്റർ എന്ന് പറയുന്നത് ആനുവ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആ ഒരു നയാസിനമൈഡ് സെറമാണ്. ബട്ട് അത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ഇത് മൂന്നും അല്ലാതെ വേറെ എവിടെയാണ് ഈ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഈ ഒരു കൊറിയൻ സ്കിൻ കെയർ പ്രൊഡക്റ്റ് കിട്ടുകയെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് മേടിക്കാമെന്ന് കരുതി. ആൻഡ് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യൂ. ലൈക്ക് എവിടെ നിന്നാണ് നമുക്ക് ടിര, നൈക്ക ആൻഡ് മാക്രോൺ അല്ലാതെ ഒതൻറ്റിക് ആയിട്ടുള്ള K-beauty പ്രൊഡക്ട്സ് നമുക്ക് എവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും എന്ന് അറിയെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യൂ. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഓക്കെ. സോ സെക്കൻഡ് പ്രൊഡക്റ്റ് വന്നിട്ട് നമുക്ക് നോക്കാം. ഇത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ്. ഇത് അതുതന്നെയല്ലേ, ക്ലെൻസിങ് ഓയിൽ. ഇത് ആനുവ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ക്ലെൻസിങ് ഓയിലാണ്, പോർ കൺട്രോൾ ക്ലെൻസിങ് ഓയിൽ. ഇത് എൻ്റേത് ഓയിലി ആൻഡ് ആക്നെ പ്രോൺ സ്കിൻ ആയതുകൊണ്ട് തന്നെ അതിന് ബെറ്റർ ആയിട്ടുള്ള ഒരു ക്ലെൻസിങ് ഓയിലാണ് ഞാൻ എടുത്തത്. ദിസ് ഈസ് ദ പ്രോഡക്റ്റ്. ഇറ്റ്സ് നൈസ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റേ നമ്മുടെ ഇത് യൂസ് ചെയ്തിട്ട് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ നമുക്ക് യൂസ് ചെയ്തിട്ട് നോക്കാം എങ്ങനെ ഉണ്ടാവുമെന്ന്. അതാണ് എൻ്റെ സെക്കൻഡ് പ്രൊഡക്റ്റ്, ഈ ഒരു ക്ലെൻസിങ് ഓയിൽ. തേർഡ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു ഇത് സെൻറ്റല്ല ആംബ്യൂൾ സ്കിൻ 1004 എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു സെൻറ്റല്ല ആംബ്യൂളാണ് ഈ ഒരു സെറം. ഇത് ഞാൻ ഇത് ഐ തിങ്ക് ഞാൻ എവിടുന്നാണ് മേടിച്ചത്, ടിര ആപ്പിൽ നിന്നാണ് മേടിച്ചത്. ബിക്കോസ് ഇത് മാക്രോൺ എന്ന ആപ്പിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ടിര ആപ്പിൽ നിന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചത്. ഓക്കെ. ആൻഡ് ഇത് 55 ml അല്ലേ മേടിച്ചത്? അതെ, 55 ml ആണ് മേടിച്ചത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഓക്കെ. സോ ഇതാണ് വേറൊരു സെറം. 2 സെറമാണ് ഞാൻ മേടിക്കാൻ വിചാരിച്ചത്. ഒന്ന് ആ ഒരു ഡാർക്ക് സ്പോട്ട് കറക്റ്റിംഗ് സെറവും ആൻഡ് അല്ലാതെ ഇതും. ഇതിൽ വേറൊരു ഇവരുടെ തന്നെ വേറൊരു സെറം ഉണ്ട്, ബട്ട് അത് ഓയിലി ആൻഡ് ആക്നെ പ്രോൺ സ്കിന്നിന് ബെറ്റർ അല്ലാത്തതുകൊണ്ട് ഇതാണ് ഓയിലി ആൻഡ് ആക്നെ പ്രോൺ സ്കിന്നിന് ബെറ്റർ ആയിട്ടുള്ളൊരു സെറം എന്ന് പറയുന്നത്. ഞാൻ പലരുടെയും വീഡിയോസിൽ അങ്ങനെയാണ് കേട്ടത്. സോ ഞാൻ ഇത് വാങ്ങിക്കാമെന്ന് കരുതി. ഇത് കാണാൻ തന്നെ ഒരു പ്രത്യേക രസം, ലൈറ്റിൻ്റെ റിഫ്ലക്ഷനൊക്കെ അടിക്കുന്ന സമയത്ത് ക്യൂട്ട്. ഓക്കെ. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഒരു ഫേസ് വാഷാണ്. ഇതും ആനുവ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫേസ് വാഷാണ്. ഇതും ഞാൻ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനിത് വാങ്ങിക്കാമെന്ന് കരുതിയത്. ആൻഡ് ഇതും ഓയിലി സ്കിന്നിന് ബെറ്റർ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് 150 ml ആണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉള്ളത്. ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിമ്പിളിൻ്റെ ഫേസ് വാഷ് അല്ലെങ്കിൽ സെറ്റാഫിലിൻ്റെ ഫേസ് വാഷാണ്. അത് തന്നെ മോർണിംഗിൽ യൂസ് ചെയ്തിട്ട് ഇത് PM സ്കിൻ കെയർ റൂട്ടീനിൽ, അതായത് നമ്മൾ ക്ലെൻസിങ് ഓയിൽ യൂസ് ചെയ്ത ശേഷം ഈ ഒരു ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് PM മാത്രം ഇത് യൂസ് ചെയ്യാം. മോർണിംഗിൽ വളരെ ജെൻറ്റിലായിട്ടുള്ള നമ്മുടെ സിമ്പിളിൻ്റെയോ സെറ്റാഫിലിൻ്റെയോ ആ ഒരു ഫേസ് വാഷ് തന്നെ യൂസ് ചെയ്യാം എന്നാണ് ഞാനിപ്പോൾ കരുതുന്നത്. സോ ഇതാണ് എൻ്റെ ഫോർത്ത് പ്രൊഡക്റ്റ്. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഈ ആനുവ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ തന്നെ ടോണറാണ്. അയ്യോ, ഇതും അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അത്യാവശ്യം ഞാൻ ഒരുപാട് പേര് ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്ത് കണ്ടൊരു ടോണറാണ് ഈ ഒരു ആനുവേൻ്റെ ഈ ഒരു 77% സൂത്തിങ് ടോണർ എന്ന് പറഞ്ഞ ഒരു ടോണർ. ഒരുപാട് പേര് ഞാനിത് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. സോ എനിക്കും ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ലതായിരിക്കും, എൻ്റെ സ്കിന്നിന് ഇത് ബെറ്റർ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ എൻ്റെ സ്കിന്നിൽ യൂസ് ചെയ്താലും അത് എവിടെയെങ്കിലുമൊക്കെ ഒരു പ്രശ്നമാവാറുണ്ട്. പക്ഷേ ഇത് ഓയിലി സ്കിന്നിന് ബെറ്റർ ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ഓയിലി ആൻഡ് ആക്നെ പ്രോൺ സ്കിന്നിന് ബെറ്റർ ആയിട്ടുള്ളതാണെന്ന് ഒരുപാട് പേര് പറയുന്നത് കേട്ട് ഞാൻ വാങ്ങിച്ചതാണ്. ഐ ഡോണ്ട് നോ, ഇനി ഇത് ഉപയോഗിച്ച ശേഷം റിസൾട്ടൊക്കെ കിട്ടിയിട്ട് ഞാൻ പറയാം.
എങ്ങനെ ഉണ്ട് എന്നൊക്കെ. ഓക്കെ, നെക്സ്റ്റ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് സൺസ്ക്രീൻ ആൻഡ് മോയ്സ്ചറൈസറാണ്. ഞാൻ ഫസ്റ്റ് കരുതി ഈ സൺസ്ക്രീൻ ആണെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും കൊറിയൻ സ്കിൻ കെയർ പ്രൊഡക്ട്സ് തന്നെ വാങ്ങിച്ചാലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ എത്രത്തോളം ഇപ്പം മോയ്സ്ചറൈസറിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത സമയത്ത് നമ്മുടെ ഓയിലി സ്കിന്നിന് ബെറ്റർ ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത് പോലും കുറച്ചൊരു എന്താ പറയുക, ഒരു ഗ്രീസിനെസ് നമ്മുടെ ഫേസിൽ ഫീൽ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പം ഇനിയിപ്പോൾ സമ്മറാണ് വരാൻ പോകുന്നത്. അപ്പം ഇവിടെ കേരളത്തിലൊക്കെ ഭയങ്കര ചൂടായിരുന്നു. കഴിഞ്ഞ വർഷം സമ്മർ സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു. അപ്പം മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസിൽ ഭയങ്കരമായിട്ടൊരു ഓയിലി ഫീൽ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു എക്സ്പെരിമെൻറ്റിന് ഈ ഒരു സമയത്ത് ഞാൻ തയ്യാറാവുന്നില്ല എന്ന് കരുതി. കാരണം എനിക്കറിയില്ല, ഞാൻ ഇതുവരെ മുന്നേ യൂസ് ചെയ്തിട്ടില്ല ഈ ഒരു കൊറിയനിലെ അതായത് മോയ്സ്ചറൈസറൊന്നും. അപ്പം അതൊക്കെ എൻ്റെ ഫേസിൽ എങ്ങനെയായിരിക്കും, ആ ഒരു എന്തെങ്കിലും ഒരു ഗ്രീസ്നെസ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു പ്രശ്നമായിരിക്കുമല്ലോ. സോ സമ്മർ കഴിഞ്ഞിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യാമെന്ന് ഞാൻ കരുതി. ഇപ്പം ഞാൻ വാങ്ങിയത് എനിക്ക് ഇഷ്ടപ്പെട്ട 2 മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്, ഒന്ന് സെബാമെഡിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. അതാണ് ഞാൻ ഇപ്പം ലാസ്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അതാണ്. ബിക്കോസ് അത് നമ്മുടെ ഫേസിൽ മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഗ്രീസിനെസ് ഒന്നും തന്നെ ഉണ്ടാവില്ല. അത് ഓയിലി സ്കിന്നിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മോയ്സ്ചറൈസറാണ് ഇത്. ഡോക്ടർ പറഞ്ഞ മോയ്സ്ചറൈസറാണ് കേട്ടോ. പണ്ട് ഏക് മിസ്റ്റ് എന്താണ് പറയുക, ദിസ് വൺ. സോ ഇത് അത്യാവശ്യം നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഇത് ഓയിൽ ഫ്രീ ആണ്, നോൺ കൊമഡോജനിക് ആണ്, ക്വിക്ക് അബ്സോർബിങ് ഫോർമുലേഷനാണ്. ആൻഡ് ഇത് ആക്നെ പ്രോൺ ആൻഡ് ഓയിലി സ്കിന്നിന് വേണ്ടിയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. അധിക ഡോക്ടേഴ്സും പ്രിസ്ക്രൈബ് ചെയ്യുന്നൊരു മോയ്സ്ചറൈസറാണിത്. ഇതും പിന്നെ സെബാമെഡിൻ്റെ മോയ്സ്ചറൈസറും, ഇത് രണ്ടുമാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 2 മോയ്സ്ചറൈസേഴ്സ്. കാരണം ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ എനിക്കൊരു മോയ്സ്ചറൈസർ ഇട്ടൊരു ഫീലൊന്നും വരില്ല. നമ്മുടെ ഓയിലി സ്കിന്നിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ബട്ട് ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കൊണ്ട് വലിയൊരു കാര്യം ഉണ്ടെന്ന് തോന്നില്ല. ആൻഡ് ലാസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് സൺസ്ക്രീൻ്റെ കാര്യത്തിലും എനിക്ക് കൊറിയൻ സ്കിൻ കെയറിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കുറേ സൺസ്ക്രീൻസ് ഉണ്ടല്ലോ. ബട്ട് എനിക്ക് സൺസ്ക്രീനിൻ്റെ കാര്യത്തിൽ ഞാൻ ആകെ യൂസ് ചെയ്യുന്നത് ഒരേ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഈ UV ഡോക്സിൻ്റെ സൺസ്ക്രീനാണ്. ഇതല്ലാതെ എനിക്ക് ഉപയോഗിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല. കാരണം ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന കിട്ടുന്ന ആ ഒരു ഫീൽ എനിക്ക് വേറെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് നമുക്ക് ഓയിലി സ്കിന്നുള്ളവരാണെങ്കിൽ ഈ ഒരു സൺസ്ക്രീനാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സൺസ്ക്രീൻ എന്ന് ഞാൻ പറയുന്നത്. ഓയിൽ ഫ്രീ ആണ്, മാറ്റ് ഫിനിഷാണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, നോൺ കൊമഡോജനിക് ആണ്. അതുകൊണ്ട് തന്നെ ഓയിലി ആൻഡ് ആക്നെ പ്രോൺ സ്കിന്നിന് ബെറ്റർ ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണിത്. വേറെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ എനിക്ക് ഇപ്പം തോന്നുന്നില്ല. ബിക്കോസ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇടുന്ന സാധനമാണ് സൺസ്ക്രീൻ. എന്ന് നമ്മളിപ്പോൾ മേക്കപ്പ് ഒന്നും ഇട്ട് സെറ്റിംഗ് പൗഡറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് പോകണമെന്നില്ലല്ലോ. ലാസ്റ്റ് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് പോകുന്നവരായിരിക്കും ഒട്ടുമിക്ക എല്ലാവരും ഡെയിലി ബേസിൽ. അപ്പം ആ ഒരു സമയത്ത് സൺസ്ക്രീൻ കുറച്ചൊരു ഗ്രീസിനെസ് അല്ലെങ്കിൽ ഒരു ഓയിലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഓയിലായി തോന്നും. ഈ ഒരു സൺസ്ക്രീൻ അങ്ങനത്തെ ഒരു പ്രോബ്ലമേ ഇല്ല. നമ്മൾ രാവിലെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഈവനിങ് ആകുമ്പം, എനിക്ക് വേറെ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഈവനിങ് ആകുമ്പോഴേക്കും എൻ്റെ സ്കിൻ ഭയങ്കരമായിട്ട് ഓയിൽ വരും. ബട്ട് ഇതാകുമ്പം അങ്ങനത്തെ ഒരു പ്രോബ്ലം എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. സോ ഞാൻ സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഞാൻ ഒരു പുതിയൊരു പരീക്ഷണത്തിന് നിൽക്കുന്നില്ല. ഞാൻ യൂസ് ചെയ്യുന്ന സെയിം സാധനം തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോ ഇതാണ് എൻ്റെ സൺസ്ക്രീൻ. സോ ഇത്രയും സാധനങ്ങളാണ് ഗൈസ് ഞാൻ എൻ്റെ പുതിയൊരു കൊറിയൻ സ്കിൻ കെയറിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചത്. അതിൽ ഞാൻ പറഞ്ഞ പോലെ സൺസ്ക്രീൻ ആൻഡ് മോയ്സ്ചറൈസർ K-beauty പ്രൊഡക്ട്സ് ഒന്നുമല്ല, ലൈക്ക് നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ്സാണ്. ഇനി ഇത് യൂസ് ചെയ്തിട്ട് നോക്കാം നമുക്ക് റിസൾട്ട് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ. ഗ്ലാസ് സ്കിൻ കിട്ടും അങ്ങനെയൊന്നും വലിയ പ്രതീക്ഷയൊന്നും എനിക്കില്ല, എന്നാൽ നമുക്ക് ഉപയോഗിച്ച് നോക്കാം, അത്ര തന്നെ. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പ്രൊഡക്ട്സ് ഒന്നും തന്നെ എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. ഞാനും ഒരുപാട് റീൽസ് ആണെങ്കിലും യൂട്യൂബ് വീഡിയോസ് ആണെങ്കിലും ഷോർട്സും എല്ലാം കണ്ടിട്ടാണ് ഞാൻ ഈ പ്രൊഡക്ട്സ് എല്ലാം വാങ്ങിച്ചത്. ഇതിൻ്റെ പറ്റി ഭയങ്കരമായിട്ട് സംസാരിക്കാനുള്ള അറിവോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല. ഇതൊന്നും നിങ്ങളെ ഞാൻ റെക്കമെൻഡ് ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്ത് നോക്കുമോ എന്ന് പറയുമൊന്നുമല്ല. ജസ്റ്റ് ഞാൻ ഇതൊക്കെ വാങ്ങിച്ചു, എനിക്ക് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം. അല്ലാതെ പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാനും ഒരുപാട് വീഡിയോസും റീൽസും എല്ലാം കണ്ടിട്ട് തന്നെയാണ് ഇങ്ങനത്തെ പ്രൊഡക്ട്സൊക്കെ വാങ്ങിക്കുന്നത്. സോ ഇതൊക്കെ വാങ്ങിക്കണം എന്നൊന്നും ഞാൻ പറയുന്നതല്ല. ലൈക്ക്
നമുക്ക് നോക്കാം ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും റിസൾട്ട് എൻ്റെ ഫേസിൽ കിട്ടുമെന്നുള്ളത്. ആൻഡ് നമ്മുടെ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പം എനിക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കില്ല ചിലപ്പം വേറെ ആൾക്ക് റിസൾട്ട് കിട്ടുക. സോ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ഒരുപാട് ചിലപ്പം എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ സ്കിന്നിന് ബെറ്റർ ആയിട്ടുള്ളത് ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസും റീൽസും കണ്ട് നമ്മൾ ഡിസൈഡ് ചെയ്ത് നമ്മൾ ഓരോ പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും. ബട്ട് എന്നാലും നമുക്കൊരു സമാധാനത്തിന് നമ്മളിങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടും. അതെല്ലാവരെയും പോലെ ഞാനും ചെയ്തു, അത്രയേ ഉള്ളൂ. ആൻഡ് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വാങ്ങിച്ചതുകൊണ്ട് മാത്രം നമ്മുടെ സ്കിന്നിന് ബെറ്റർ ആവണമെന്നില്ല. അതിന് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം നമ്മുടെ ഫുഡ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. കാരണം എനിക്കത് അറിയാം, നന്നായിട്ട് എനിക്ക് മനസ്സിലാവുന്ന കാര്യം ഞാൻ ഷുഗർ കട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്കിന്ന് കുറച്ച് ബെറ്ററായി വരാറുണ്ട്. ബട്ട് എനിക്കിങ്ങനെ ഷുഗർ അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റാറുമില്ല. ഞാൻ ഒരുപാട് ചായ ആണെങ്കിലും കോഫി ആണെങ്കിലും എല്ലാം ഒരുപാട് കുടിക്കുന്ന ഒരാളാണ്. അപ്പം ഭയങ്കര സ്വീറ്റ്സിനോട് ഇഷ്ടമുണ്ടെന്നല്ല, പക്ഷേ ഞാനൊരു കോഫി ആൻഡ് ടീ അഡിക്റ്റാണ്. രണ്ടിനും എനിക്ക് ഭയങ്കര അഡിക്ഷനാണ്. അപ്പം അങ്ങനെ ഷുഗർ ഞാൻ എപ്പോഴും കട്ട് ചെയ്യുന്ന ഒരാളല്ല. ബട്ട് ഷുഗർ കട്ട് ചെയ്യുന്ന ഒരു ടൈമിലൊക്കെ എൻ്റെ സ്കിന്ന് ബെറ്റർ ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓയിലി ഐറ്റംസ് കഴിക്കുന്നത്, അങ്ങനെ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിന്ന് ഒരുപാട് ബെറ്റർ ആവും. നല്ല ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും നല്ലോണം കഴിക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം. അല്ലാതെ നമ്മളിപ്പം എല്ലാ ഓയിലി ഫുഡും ഷുഗറും എല്ലാം കഴിച്ച് നമ്മൾ കുറേ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ സ്കിന്ന് ബെറ്റർ ആവണമെന്നില്ല. സോ അതും കൂടെ നമ്മൾ നോക്കേണ്ടതാണ്. നല്ല ഹെൽത്തി ഫുഡ്, നല്ല ഫ്രൂട്ട്സ് എല്ലാം നമ്മുടെ കഴിക്കുന്നത് നമ്മുടെ സ്കിന്ന് ബെറ്റർ ആക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഹെൽത്തി ഫുഡ് മാത്രം കഴിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. ലൈക്ക് ജസ്റ്റ് മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ യൂസ് ചെയ്താൽ മാത്രം മതിയാവും. പക്ഷേ ഇതൊക്കെ എനിക്കും ആഗ്രഹമുള്ള കാര്യമാണ്, ഹെൽത്തി ഫുഡ് മാത്രം കഴിക്കണം എന്നൊക്കെ. പക്ഷേ എനിക്കത് നടക്കാറില്ല, അതങ്ങനെയാണല്ലോ. എനിവേ ഞാൻ എന്തായാലും ഇതൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ നിങ്ങളോട് പറയാം. എനിക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ. ആൻഡ് എൻ്റെ ഫേസ് ഇപ്പം പണ്ടത്തെ അത്ര ഒരു പ്രോബ്ലം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ലൈക്ക് ഇപ്പം അങ്ങനെ പീരീഡ്സ് ആവുന്ന സമയത്ത് ഒരു 2-3 ആക്നേസ് വരും എന്നല്ലാതെ പണ്ടത്തെ പോലെ ഒരുപാട് ആക്നേസോ കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ ഫേസിലില്ല. എനിക്ക് കുറച്ച് ആക്നെ മാർക്സ് എല്ലാം ഉണ്ട്. ബട്ട് ഓയിലി സ്കിൻ അത് അങ്ങനെ തന്നെയാണ്. എൻ്റെ പണ്ടത്തെ നോർമൽ സ്കിന്നിലേക്കൊന്നും മാറിയിട്ടില്ല. സോ നമുക്കിതൊക്കെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളോട് ഷെയർ ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇത്രയൊക്കെയുള്ള എൻ്റെ വീഡിയോ. ആൻഡ് ലാസ്റ്റ് ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞു, ഞാനിതൊന്നും റെക്കമെൻഡ് ചെയ്യില്ല. ഈ പ്രൊഡക്ട്സിന് എങ്ങനെ നല്ലതാണോ എന്നൊന്നും എനിക്കും വലിയ ഐഡിയ ഇല്ല. ഞാൻ വീഡിയോസ് കണ്ടിട്ട് വാങ്ങിച്ചതാണ്. നിങ്ങളെപ്പോലെ തന്നെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാനും വാങ്ങിക്കുന്നത്. നിങ്ങൾക്ക് സ്കിന്നിൽ അത്രയ്ക്കും പ്രോബ്ലം ഉള്ള ഒരാളാണെങ്കിൽ നമ്മളോട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടായിരിക്കും നമ്മുടെ സ്കിന്നിൽ അത്രയും പ്രോബ്ലംസ് വരുന്നത്. അതൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഡോക്ടറെ കാണുന്നത് തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ള കാര്യം. സോ അത് ശ്രദ്ധിക്കുക. ആൻഡ് that's it guys. Thank you so much for watching my video. See you all in my next video. Bye.